ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 2 ദിവസത്തെ പ്രത്യേക ചർച്ച ഇന്ന് രാജ്യസഭയിൽ നടന്നു. ചർച്ച നാളെയും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിൽ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ചർച്ചകൾക്ക് ശേഷം ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിനുമുള്ള കരാറുകൾ ഇന്ത്യയും ശ്രീലങ്കയും കൈമാറി. നേതൃതലത്തിലും മന്ത്രിതലത്തിലും രാഷ്ട്രീയ ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറുമായും ശ്രീലങ്കൻ പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാൻ സന്ദർശിക്കും. രാജസ്ഥാൻ സംസ്ഥാന സർക്കാർ 1 വർഷം പൂർത്തിയാക്കുന്ന ഏക് വർഷ് പരിണാം ഉത്കർഷ് പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 46,300 കോടി രൂപയുടെ 24 പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്തം നവകേരളം, പാലിയേറ്റീവ് പരിചരണം എന്നീ ക്യാമ്പയിനുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണ. തദ്ദേശ സ്വയംഭരണ തലത്തിൽ നടത്തുന്ന പരിപാടികൾക്ക് എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കണമെന്നും മതസംഘടനകൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളെയും പരിപാടിയുമായി സഹകരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. കൊല്ലത്ത് ഓഷ്യനേറിയവും മറൈൻ ബയോളജിക്കൽ മ്യൂസിയവും സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പുവച്ചു. ധനമന്ത്രി KN ബാലഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. മത്സ്യ ടൂറിസം രംഗത്തെ നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ സംരംഭമാണ് കൊല്ലത്ത് യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളുടെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതിനായുള്ള KYC അപ്ഡേഷൻ സമയപരിധി ഈ മാസം 31 വരെ ദീർഘിപ്പിച്ചതായി മന്ത്രി GR അനിൽ. ഇതുവരെ സംസ്ഥാനത്തെ 88.41% അംഗങ്ങൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തുടനീളം 97 പുതിയ ESI ആശുപത്രികൾ സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദിലാജെ. രാജ്യത്തുടനീളമുള്ള ESI ഇൻഷുറൻസ് പരിരക്ഷയുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി വിവിധ നടപടികൾ സ്വീകരിച്ചതായും ശ്രീമതി ശോഭ കരന്ദിലാജെ വ്യക്തമാക്കി. തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് പരമാവധി 7 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമായി നാളികേര വികസന ബോർഡിന്റെ കേര സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി. തെങ്ങുകയറ്റ തൊഴിലാളികൾ, നീര ടെക്നീഷ്യന്മാർ തുടങ്ങിയവർക്കാണ് അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്. നാളികേര വികസന ബോർഡിന്റെ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ പദ്ധതി പ്രകാരം ആദ്യ വർഷം ഇൻഷുറൻസ് പരിരക്ഷ സൌജന്യമായി ലഭിക്കും. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPIM സമ്മേളനത്തിൽ പങ്കെടുത്തവർ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യത്തിന് കേസെടുക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സംസ്ഥാനത്ത് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന പ്രവണത കൂടിവരുന്നത് ഉത്കണ്ഠ ഉളവാക്കുന്ന കാര്യമാണെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ക്രിസ്മസ്, ന്യൂ ഇയർ സമയത്തെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ലോകമാന്യ തിലക് ടെർമിനസിനും തിരുവനന്തപുരം നോർത്തിനുമിടയിൽ പ്രത്യേക ട്രെയിനുകൾ ഓടിക്കുമെന്ന് സെൻട്രൽ റെയിൽവേ. ലോകമാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം നോർത്ത് ട്രെയിൻ ഈ മാസം 19, 26 തീയതികളിലും തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് ടെർമിനസ് സ്പെഷ്യൽ ഡിസംബർ 21, 28 തീയതികളിലും തിരിച്ചും സർവീസ് നടത്തും. KSRTC ജീവനക്കാർക്ക് ശമ്പളം ഇന്നു മുതൽ ഒറ്റത്തവണയായി വിതരണം ചെയ്തു തുടങ്ങി. ശമ്പളത്തിനായി സർക്കാർ നൽകുന്ന തുകയുടെ ആദ്യ ഗഡുവായ 30 കോടി രൂപ KSRTCക്ക് ലഭിച്ചിട്ടുണ്ട്. 5 ദിവസത്തെ KSRTCയുടെ ഇന്ധനത്തിനായി നൽകേണ്ട തുക കൂടി ശമ്പളത്തിനായി വകയിരുത്തിയാണ് ഒറ്റത്തവണയായി ശമ്പളം വിതരണം ചെയ്യുന്നത്. കൊല്ലം കണ്ണനല്ലൂരിൽ ഓടിക്കണ്ടിരുന്ന സ്കൂൾ ബസ്സിന് തീപിടിച്ചു. കുട്ടികൾ ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്ന 4 പേരും പെട്ടെന്ന് പുറത്തിറങ്ങിയതിനാൽ ആളപായമുണ്ടായില്ല. കുണ്ടറ നാന്തിരിക്കൽ ട്രിനിറ്റി ലൈസിയം സ്കൂളിന്റെ ബസ്സാണ് കത്തിനശിച്ചത്. വയനാട്ടിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം ചോദ്യോത്തരവേളയിൽ പാർലമെന്റിൽ ഉന്നയിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 90ഓളം പേരാണ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ വയനാട്ടിൽ ഇരകളായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ, മതിയായ നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി സഭയിൽ ഉന്നയിച്ചു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങളിൽ നാളെ കേരളം മേഘാലയയെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സ്വച്ഛത ആക്ഷൻ പ്ലാൻ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക ബോധവൽക്കരണ പരിപാടി നാളെ പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ നടക്കും. ശുചിത്വ ഭാരതം പദ്ധതിയെക്കുറിച്ചും ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംബന്ധിച്ചും ക്ലാസുകളുണ്ടായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.